അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണ ഒരു 100 ml. 100 ml ധാരാളം. ഇത്ര മതി. അതിലേക്ക് നമുക്ക് വേണ്ടതേ 1 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ടുവേ. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി. അതിലേക്ക് ഇട്ടു. ഞാൻ ഇതിലേ 1 ടീസ്പൂൺ ഉലുവപ്പൊടി, നന്നായി നൈസായി പൊടിച്ച ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല, കറണ്ട് പോയിട്ടോ. അപ്പൊ അതൊന്നും റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ എണ്ണ ഇതാ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി കേട്ടോ. അധികം സ്പീഡിൽ വെച്ചിട്ടില്ല. കണ്ടോ, നന്നായി ഇതങ്ങനെ മൂത്ത് വരുള്ളൂ. ഇതിന്റെ ഈ പൊള്ളം അടങ്ങണോട് കൂടി നമ്മൾ ചെറിയ സ്പീഡിൽ ഇട്ടിട്ടുണ്ടോ, ഈ പൊള്ളം അടങ്ങണോട് കൂടി നമ്മൾ നിർത്തി വെക്കണം. അതാണ് ഈ എണ്ണയുടെ മൂപ്പ് കേട്ടോ. അപ്പൊ അതാ പൊള്ളൊക്കെ പൊട്ടി ഒതുങ്ങി കണ്ടോ. അപ്പൊ ഇനി നമ്മള് എണ്ണ നിർത്തി വെക്കുകയാണ്. ഹായ്, ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. എണ്ണ ഉണ്ടാക്കുക കാരണം ആദ്യം സ്വാഗതം പറയാൻ ഓർമ്മ വിട്ടുപോയിട്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇവിടെ. അപ്പൊ കറണ്ട് വന്നപ്പോ വേഗം വെളിച്ചുള്ളടത്തല്ലേ എണ്ണ കാച്ചിയാലൊക്കെ കാണുള്ളൂ വിചാരിച്ചിട്ട് എണ്ണ കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ നെല്ലിക്കപ്പൊടി നമ്മളെ മുടിക്ക് നല്ലതാണ്, കറുപ്പ് കളർ കൂട്ടാൻ നന്ന. നമ്മളെ മൈലാഞ്ചിപ്പൊടി, നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും കൂടി കടുകെണ്ണയിൽ നിങ്ങൾ എണ്ണ ഉണ്ടാക്കി വെച്ച് നോക്ക. അപ്പൊ നമ്മൾ കുളിക്കണതിന്റെ 1 മണിക്കൂർ മുന്നേ അത് നന്നായിട്ട് സ്കാൽപ്പിലും ഇഴകളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, കുറച്ച് നമുക്ക് ചെമ്പരത്തിത്താളി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ ഒരു 2 തുള്ളി ഷാമ്പു ഇട്ടിട്ട് നിങ്ങൾ കഴുകി കളയുക. അപ്പൊ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ഈ എണ്ണ സ്ഥിരമായിട്ട് തേക്കാൻ വയ്ക്കുന്നവർക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി പതുക്കെ വെളുത്ത മുടി മുഴുവന് സ്കാൽപ്പിൽ തന്നെ കറുത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ ഈ എണ്ണ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ. എണ്ണയുടെ മൂപ്പൊക്കെ നമ്മൾ ആദ്യം തിളയ്ക്കുന്ന വരെ കേട്ടോ സ്പീഡിൽ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് ഈ എണ്ണ കറുത്ത കളർ ആവണുണ്ടായ പൊടി മൂക്കണോട് കൂടിയിട്ട് അപ്പൊ നമ്മൾ ഓഫാക്കുക. അപ്പൊ തന്നെ നമ്മളെ എണ്ണ തണുത്ത് വന്നു, കാണിച്ചു തരാം, ഊറ്റ. അപ്പൊ നമ്മൾ ഇതാട്ടോ എണ്ണയുടെ അടിയിൽ കുറച്ച് പൊടി ഉണ്ട്. നിങ്ങൾക്ക് വേണച്ച അരിച്ചെടുത്തോളൂ. എന്താ നമ്മളൊരു അരിപ്പ വെച്ച് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ അല്ലെങ്കിലോ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും മുടിയല്ലേ. അപ്പൊ നമ്മളിങ്ങനെ അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. കണ്ടോ, കണ്ടോ ഒരു കറുപ്പ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, എണ്ണ കണ്ടോ, നല്ല കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നിത്യേന മുടിയിൽ തേക്കാൻ വയ്ക്കിച്ചാൽ നമ്മളെ മുടി ഇങ്ങനെ ഈ നരപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ തേച്ച് തുടങ്ങുക. എങ്കിൽ നമുക്ക് ഡൈ അടിക്കാതെ കഴിയും. അപ്പൊ എല്ലാവരും ഇത് തേച്ച് നോക്കണം. അപ്പൊ നമ്മൾ ഈ മെലാനിൻ കുറവാവുക കാരണമാണ് നമ്മളുടെ പ്രായം, നമ്മളെ ഭക്ഷണവും നമ്മളെ ഇപ്പോഴത്തെ സൂര്യപ്രകാശം അൾട്രാവയലറ്റും ഒക്കെ ഒരുപാട് കൊള്ളുമ്പോൾ നമുക്ക് മുടി സ്വതവേ മുടിയുടെ കളറ് കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പേരടയില വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതുകൊണ്ട് മുടി കഴുകുക, അങ്ങനെയൊക്കെ ചെയ്താൽ കുറെയൊക്കെ സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള മുടി നരപ്പൊക്കെ നമ്മളെ കുറെയൊക്കെ പേരലയുടെ വെള്ളം, അതുപോലെ നമ്മളെ ഇതില്ലേ എന്താ പറയാ, കായക്കണ വേപ്പിന്റെ ഇല വെള്ളം, അതുപോലെ കറിവേപ്പില വെള്ളത്തോടൊക്കെ മുടി കഴുകും ചെയ്താലും നമ്മളെ മുടി കുറെയൊക്കെ നമ്മളെ മെലാനിൻ തിരിച്ചു വരും. നമ്മളെ മുടി അങ്ങനെ തന്നെ നരക്കില്ല. കൂട്ടത്തിൽ നമ്മളെ ആയുർവേദങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക. പക്ഷെ ഒരടിക്ക് തന്നെ ഇത് നമ്മളെ ഡൈ പോലെ തന്നെ കറക്കില്ല, പതുക്കെ ഇത് കറുത്ത് വരുള്ളൂ. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അവിടെയും കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ എങ്കിലും അമ്മ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും കിട്ടുകയുള്ളൂ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.